ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശത്തിനെതിരെ എന്നും കായിക മേഖലയിൽ നിന്ന് എതിർപ്പുകൾ ഉടലെടുത്തിരുന്നു. കായിക മേഖലയിൽ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ആയിരക്കണക്കിന് മുഹൂർത്തങ്ങൾക്കും ലോകം സാക്ഷിയായിട്ടുണ്ട്. ഒളിമ്പിക്സ്, ലോക ചാമ്പ്യൻഷിപ്പുകൾ, ലോകകപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, മറ്റു ലീഗ് ചാമ്പ്യൻഷിപ്പുകൾ എന്നിവിടങ്ങളിൽ എല്ലാം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കെതിരെ മുറവിളികൾ ഉയർന്നിരുന്നു. ഇസ്രായേലിന്റെ ഉറ്റമിത്രമായ അമേരിക്കയിൽ നിന്ന് തന്നെ നിരവധി കായിക താരങ്ങൾ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലോക ഫുട്ബോൾ ബോഡിയായ ഫിഫയുടെ നിലപാടിനെ ലോകം എന്നും സംശയത്തോടെയാണ് കണ്ടത്. ഇസ്രായേലിനെതിരായ പ്രതിഷേധങ്ങൾ ഏറ്റവും കൂടുതൽ രൂപം കൊണ്ടതും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ നിന്നാണ്. ആരാധകരുടെ ഭാഗത്തു നിന്നും ഫുട്ബോൾ താരങ്ങളിൽ നിന്നും ഈ ഐക്യദാർഢ്യം നാം പലപ്പോഴായി കണ്ടതാണ്. ഇസ്രായേലിന്റെ ക്രൂര നടപടിക്കെതിരെ ശബ്ദമുയർത്താത്ത ആഗോള ബോഡിയാണ് ഫിഫ. ഇസ്രായേലിനെയും ഇസ്രായേൽ ഫുട്ബോൾ ക്ലബ്ബുകളെയും അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ നിന്ന് വിലക്കാൻ ഫിഫ നടപടിയെടുക്കണമെന്ന് ഇതിനോടകം നിരവധി വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യം ഉയർന്നിരുന്നു. ഫലസ്തീനും നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ച് ഫിഫയെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഫിഫയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ ഫിഫ മൗനം ഭജിക്കുകയാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ഫിഫ യോഗങ്ങൾ ചേർന്നിരുന്നെങ്കിലും പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി യോഗം തീരുമാനമാവാതെ പിരിയുകയായിരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് റഷ്യക്കെതിരെ ബഹിഷ്കരണവുമായി നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. അന്ന് ഫിഫയുടെ ഭാഗത്തു നിന്ന് മറ്റ് അന്താരാഷ്ട്ര കായിക അസോസിയേഷനുകളിൽ നിന്നും റഷ്യക്കെതിരെ അതിവേഗം നടപടികൾ വന്നിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ കാര്യം വരുമ്പോൾ ഫിഫ അവിടെ ഇരട്ടത്താപ്പ് നടത്തുകയാണ്. നിരവധി തവണയാണ് ഫലസ്തീൻ ഇസ്രായേലിനെതിരെ നടപടിയെടുക്കാൻ ഫിഫയ്ക്ക് മുന്നിലെത്തിയത്. എന്നാൽ ഇന്നും ഫിഫ ഇസ്രായേലിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ അധിനിവേശത്തെ തുടർന്ന് ഫലസ്തീന്റെ കായിക മേഖല തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഫുട്ബോൾ താരങ്ങളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. നിരവധി ഫുട്ബോൾ ക്ലബ്ബുകളാണ് ഇല്ലാതായത്. ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ തകർന്നു. പരിശീലനത്തിന് പോലും സൗകര്യമില്ല. ഒരു രാജ്യത്തിന്റെ കായിക മേഖല തന്നെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത്. എന്നിട്ടും ഫിഫ ഇസ്രായേലിന്റെ കിരാത നടപടിക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ്. സ്കോട്ടിഷ് ലീഗുകളിലാണ് നിരവധി തവണ ഫലസ്തീൻ ഐക്യദാർഢ്യം നടന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഫലസ്തീനുള്ള ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. മ്യൂണിക്കിലായിരുന്നു PSG ഇന്റർ മിലാൻ ഫൈനൽ അരങ്ങേറിയത്. നമ്മളെല്ലാവരും ഗസയുടെ കുട്ടികളാണ് എന്ന് സ്റ്റേഡിയത്തിന്റെ പല ഭാഗത്തു നിന്നായി മുറവിളി ഉയർന്നിരുന്നു. മൊറോക്കോ സൂപ്പർ താരം അഷ്റഫ് ഹക്കീമി PSG-ക്കായി സ്കോർ ചെയ്തപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നും ഗസയിലെ വംശഹത്യ നിർത്തുകയെന്ന പതാക ഉയർന്നു വന്നിരുന്നു. കായികവും രാഷ്ട്രീയവും കൂടിക്കലരരുത് എന്ന പ്രസ്താവന മാത്രമിറക്കി ഇസ്രായേലിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഫിഫ നിരുപാധികം മുന്നോട്ട് പോകുന്നു. ഇവിടെ തകരുന്നതാവട്ടെ ഒരു രാജ്യത്തിന്റെ സോക്കർ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്.